എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ കാലത്തിൻ്റെ വരദാനമായി ദൈവം ഈ തലമുറയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവാനുഭവ പദ്ധതിയാണ് മരിയൻ പോപ്പുലർ കവനൻറ്റ്. അദ്ദേഹം മരിയൻ പോപ്പുലർ കവനൻ്റ് എന്ന് വിളിക്കാൻ കാരണം സഭയിലെ ഞങ്ങൾ അഭിഷിക്തർക്കും സമർപ്പിതർക്കുമൊക്കെ അവരെടുത്തിരിക്കുന്ന ഒരു കവനൻ്റ് ഉണ്ട്. അത് ലൈഫ് ലോങ് ആയിട്ടുള്ള കവനൻ്റാണ്. ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന, മരണം വരെ നീണ്ടു നിൽക്കുന്ന കവനൻ്റാണ്. പോപ്പുലർ കവനൻ്റ് എന്ന് പറയുന്നത് ജനകീയമായ ഒരു ഉടമ്പടിയാണിത്. കൃപാസനത്തിൽ നടക്കുന്നത് മരിയൻ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയമായ ഉടമ്പടിയാണ്. ജനങ്ങളാണ് ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കൾ, പ്രയോക്താക്കൾ എല്ലാവരും. ഇതൊരു ഉടമ്പടി ഒരു താൽക്കാലികമായ ഒരു ചെറിയൊരു കാലഘട്ടം, 90 ദിവസം, അങ്ങനെ ഒരു ഷോർട്ട് ടൈമാണ് ഉടമ്പടിയുടെ കാലദൈർഘ്യമെന്ന് നമുക്ക് പൊതുവെ പറയാമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. പൊതുവെ പറയാം ഇത് 90 ദിവസത്തെ വിഷയമാണെന്ന് പറയാമെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ എല്ലാ കവനൻ്റുകളും, ഇപ്പം നിങ്ങളുടെ വിവാഹം, ക്രൈസ്തവ വിവാഹം ഒരു കവനൻ്റാണ്. പക്ഷേ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴോ ഭാര്യ മരിച്ചു കഴിയുമ്പോഴോ ആ കവനൻ്റ് ഡിസോൾവ് ആയി പോകും. ആ കവനൻ്റ് നിലനിൽക്കത്തില്ല. ആരെങ്കിലും ജീവിത പങ്കാളി അവർ തമ്മിലല്ലേ കവനൻ്റ് ഉടമ്പടി. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ വേറെ ജീവിക്കാവുന്ന ദൈവദൈവ സന്നിധിയിൽ അവർ ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടി. പക്ഷേ അതിൽ ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി ക്യാൻസലാവും. നമ്മുടെ ഫിസിക്കൽ ക്യാൻസലേഷനാണ്. മനസ്സുകൊണ്ടൊരിക്കലും നമ്മൾക്ക് ജീവിത പങ്കാളി മരിച്ചു പോയാലൊന്നും ആൾക്കാർ അത് മരണം വരെ അംഗീകരിക്കത്തില്ല. അത് മനസ്സിൽ നമുക്കത് മാറുന്നില്ല. പക്ഷേ സ്ഥാപനിക ജംഗമ ഭൗതികമായ മേഖലകളിൽ അത് റദ്ദാവും. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയാണ്, ഭർത്താവ് മരിച്ചു പോയി, ഒപ്പിടുന്ന ആരാണ്? മകന്, അല്ലെങ്കിൽ ഒന്ന് ഒപ്പിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒപ്പിടാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഫിസിക്കൽ എൻറ്റിറ്റി യാഥാർത്ഥ്യം അവിടെ ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് പോലും ഒരു ടെമ്പറൽ കമ്മിറ്റ്മെൻറ്റാണ്. തൻ്റെ ഒരാൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ആ ഉടമ്പടിക്ക് ആയുസ്സുള്ളൂ. പക്ഷേ മരിയൻ ഉടമ്പടി വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളത് ചെയ്യാൻ. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ മരിക്കണില്ല, അതാണ് കുഴപ്പം. ആരാ മരിക്കാത്ത? നമ്മളാ? അത് ദൈവം മരിക്കണില്ല. അപ്പോഴേ നിങ്ങൾ ചിലപ്പോൾ ഉടമ്പടി ഒരു കാലഘട്ടത്തേക്കാണ് എടുക്കണമെന്ന് നിങ്ങൾ ധരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ എടുക്കണത് ആൾ ദൈവമായത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്നറിയാമോ? ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ എപ്പോഴും പോകണത് എവിടെയാണെന്നറിയാമല്ലോ? വേളാങ്കണ്ണിയിലേ പോകത്തുള്ളൂ. അങ്ങനെ എല്ലായിടത്തും പോകത്തില്ല. അമ്മയുടെ അടുത്താണ് പോകണത് എല്ലായിടത്തും. അപ്പോൾ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആധ്യാത്മികമായി ഇവിടെ കൃപാസനത്തിൽ വരണത് ആൾക്കാർ ആധ്യാത്മികമായ ലക്ഷ്യത്തോടെയാണ്. വേളാങ്കണ്ണിലൊക്കെ ചിലർ പോകുന്നത് ടൂറിസം ഉദ്ദേശത്തിലാണ്. അംഗവും കാണാൻ, താളിയും പറിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം, കറങ്ങിയടിക്കാമെന്ന്. അങ്ങനെയൊന്നും കൃപാസനത്തിൽ ആരും വരത്തില്ല. കർക്കവക്കാലം കുറക്കാനേ വരത്തുള്ള ആൾക്കാർ. കൃപാസനം അത്ര കണ്ട് ദൈവത്തിൻ്റെ തനത് കയ്യൊപ്പോടുകൂടി ജനങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നിലനിർത്തുകയും വളർത്തുകയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ തിരക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി.
പ്രത്യേകം പോയ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിലും ട്രെയിനിലും വാഹനങ്ങളിലും എല്ലായിടത്തും എൻ്റെ മനസ്സെപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അപ്പോഴൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ആൾക്കാരോട് നീ 90 ദിവസം എന്ന് പറയണത് 90 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്, അതാണ് പ്രശ്നം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞത്, ഈ ആൾക്കാരോട് നീ 90 ദിവസം എന്ന് പറയുന്നുണ്ട്, അതിൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ആധ്യാത്മികതയിൽ നിലനിൽക്കാൻ കഴിവില്ലാത്ത ബലഹീനമായിട്ട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നല്ല ശക്തന്മാരാണ്. അവർക്ക് 90 അല്ല, ഒരു 90 ആണ്ട് പറഞ്ഞാലും അവരതിനകത്ത് നിലനിൽക്കും. അവരെ നീ ഷോർട്ട് ടേൺ ചെയ്യരുത്. അവർക്ക് നൽകിയിട്ടുള്ള ദൈവിക കൃപ 90 ദിവസത്തേക്ക് നീ നിലനിർത്തരുത്. അവർക്ക് ലെറ്റ് ദം ഡു ഇറ്റ്. അവരാ കൃപയിൽ നിലനിൽക്കട്ടെ എന്നൊരു ആശയമാണ് അമ്മ പറയണത് പുതുതായിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ തിരിയുണ്ടാകത്തില്ല, കയ്യിൽ തിരിയുണ്ടാകത്തില്ല, ചില ഉപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞൊരു ഉടമ്പടി എങ്ങനെയാണ് പോണത്? ഇല്ലേ? നിങ്ങളുടെ തിരി ചിലപ്പോഴേ എരിഞ്ഞ് തീരും, നിങ്ങളുടെ വെഞ്ചരിച്ച ഉപ്പുകൾ ഉപയോഗിച്ച് തീരും. പക്ഷേ നിങ്ങൾ ചെയ്ത ആൾ ജീവിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോഴേ ഉടമ്പടി നിലനിൽക്കുകയാണ് ചെയ്യണത്. അത് ഈ അരൂപിയിലാണ് നിലനിൽക്കുന്നത്, ഇൻ സ്പിരിറ്റാണ് നിലനിൽക്കുന്നത്. നമ്മൾക്ക് ആ ഒരു ഉടമ്പടി ബോധം, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ലൈഫ് ആൻഡ് കോൺഷ്യസ് ആണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്, ജീവിത രീതിയുമാണ്, അതേസമയം തന്നെ ഒരു ബോധം കൂടിയാണ്. ഞാൻ എന്താണ്, എല്ലാവരും പറയത്തില്ല ഞാൻ ഉടമ്പടിയിലാണ് എന്നാണ് ആൾക്കാർ പറയണത്. സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ആൾക്കാർ എന്ത് മുമ്പത്തെപ്പോലൊന്നുമല്ല. അതായത് ആൾക്കാർ വളരെ അളന്നും തൂക്കിയുമാണ് ഇപ്പോൾ സാക്ഷിയൊക്കെ പറയണത്. വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഉടമ്പടിയിലാണെന്നാണ് പറയണത്. ഞാൻ ഉടമ്പടിയിലാണ്. ആരുമായിട്ട്? ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതിനേക്കാൾ വലിയൊരു ആളുമായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാനില്ല. അതാണ് എൻ്റെ വിഷയം. ദൈവമായിട്ട്. അപ്പോൾ നമ്മളതിൽ ഭയങ്കര ഹാപ്പി ആകണം നിങ്ങൾ. നമുക്ക് വലിയ മുതൽ മുടക്ക് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്താണ്? ബുധനാഴ്ച ഒന്ന് ഉപവസിക്കണം, ആൾക്കാരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സ്നേഹത്തോടെ സൗമ്യമായിട്ടൊക്കെ ഒന്ന് പെരുമാറണം, മറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം, സുവിശേഷം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എത്തിക്കണം. അപ്പം അങ്ങനെയുള്ള വളരെ മിനിമം പരിപാടിയേ ഉള്ളൂ. പക്ഷേ സുവിശേഷം എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്തിരി പാടുള്ള കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ആകെപ്പാടെ പാടുള്ള കാര്യം സുവിശേഷം എത്തിക്കുന്നതാണ്, ഏറ്റവും പാടുള്ള കാര്യം. അതായത് പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലെസ്സിങ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു കേവലം അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം. ഇപ്പം നിങ്ങളുടെ വീട് വിൽക്കാം, വീട് വാങ്ങിക്കാം, നിങ്ങൾക്ക് സ്ഥലം വിൽക്കാം, സ്ഥലം വാങ്ങിക്കാം, മക്കളെ കല്യാണം കഴിപ്പിക്കാം. 25 കൊല്ലമായ മക്കൾക്ക് വരെ, ദമ്പതികൾക്ക് വരെ മക്കളില്ലാത്തവരെ ഉടമ്പടിയിലൂടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയും കിട്ടാം. ആഫ്റ്റർ ഓൾ ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോഴും അതെല്ലാം ബ്ലെസ്സിങ്സാണ്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ അനുഗ്രഹം ബ്ലെസ്സിങ്സ് ആകത്തില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? അതായത് ഏറ്റവും വലിയ, ഇപ്പം നിങ്ങൾക്ക് 25 കൊല്ലമായിട്ടേക്ക് മക്കളില്ല, 25ാമത്തെ കൊല്ലം മക്കളെ കിട്ടി, 24ാമത്തെ കൊല്ലം മക്കളെ കിട്ടി, 23ാമത്തെ കൊല്ലം മക്കളെ കിട്ടി. അങ്ങനെ ഉടമ്പടിയിൽ സമൃദ്ധമായ സാക്ഷ്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ വലുതാണ് സുവിശേഷം കൈമാറ്റത്തിൻ്റെ സാക്ഷ്യം. ഒരു ഉടമ്പടിയിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജോലി കിട്ടി, അല്ലെങ്കിൽ 11 പ്രാവശ്യം IELTS എഴുതിയിട്ട് ഉടമ്പടി എടുത്തപ്പോൾ 12ാം പ്രാവശ്യം ജയിച്ചു. അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താണെന്നറിയാവോ? അതായത് എരിമപ്പെട്ടിയിൽ നിന്ന് ജോസഫീനയും ചാക്കോയും കൂടി പറഞ്ഞ സാക്ഷ്യമാണ്. തൃശ്ശൂർ എരിമപ്പെട്ടിയിൽ നിന്ന് ജോസഫീനയും ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല സാക്ഷ്യം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ അലക്സ് അച്ഛനോട് ഞാൻ പറയുമായിരുന്നു, അച്ഛാ ഈ ആൾക്കാർ പറയണ സാക്ഷ്യമൊന്നും സാക്ഷ്യമല്ല. ഞങ്ങൾ ഊണ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെ പറയണ എല്ലാം ഉടമ്പടിക്കാരുമായിരിക്കും, മറ്റു കാര്യങ്ങൾ അങ്ങനെ കുറച്ചേ പറയാറുള്ളൂ. അപ്പം ഞാൻ അലക്സ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ആൾക്കാരിപ്പോൾ പറയണ സാക്ഷ്യങ്ങളൊന്നും അതൊക്കെ ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷെ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ലെന്ന് പറയും. ഉടമ്പടി സാക്ഷ്യമാണ്, പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ല. കാര്യം പലതരം സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കണത്.
ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം? ഞാൻ അച്ഛനോട് പറഞ്ഞത്, അമ്മയോട് പറയുന്നുണ്ട് മരിച്ച ആൾ ഉയർത്തി നിൽക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞത്, മരിച്ച ആൾ, മരിച്ചു കിടക്കുന്ന ആൾ ഉയർത്തെന്ന് പറയണത് അനുസരിക്കുക. നമ്മൾ പറയുന്നത് അനുസരിക്കണമെങ്കിൽ ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അതിൻ്റെ കീഴ്വഴക്കം, ഉടമ്പടിക്കൊരു കീഴ്വഴക്കം ഉണ്ടല്ലോ. അതെന്താണ്? ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം. ഓരോ കാര്യം ചെയ്തിട്ട് ഞാൻ അത് ചെയ്തില്ല, എനിക്ക് ആ അനുഗ്രഹം കിട്ടിയില്ലല്ലോ, ഞാൻ അത് ചെയ്തില്ല, വസ്തു വിറ്റില്ലല്ലോ, ഞാൻ ഇത് ചെയ്തില്ല, എന്നിട്ട് എനിക്ക് മാർക്ക് കൂടിയില്ലല്ലോ, അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവത്തോട് നീ തർക്കിക്കാൻ പോകരുത്. ഉടമ്പടിയിൽ വളരെ മാനുഷ്യമായിട്ട് ആ ഉടമ്പടിയെ മനുഷ്യൻ്റെ ചാബല്യങ്ങളോട്, ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ, അവരാണ് ഉടമ്പടി പിന്നോട്ട് വലിക്കണതിൻ്റെ കാരണം. ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ, അവർ ദൈവം മുഴുവൻ തന്നെ ചാബല്യമാണ്. അത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ ആ ചാബല്യം ദൈവത്തോടും കാണിക്കും. ഓരോരോ കാര്യം ചെയ്തേച്ചും പറയും, ഞാൻ അത് അങ്ങനെ ചെയ്ത് പത്രം കൊണ്ട് അവിടെ കൊടുത്തു, എന്നിട്ടും എനിക്ക് PR ശരിയായില്ലെന്ന് പറയും. ചാബല്യമാണത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടാണ് മിണ്ടാതെ ഇടപെടുന്ന കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതാണ് അത് വചനത്തിൻ്റെ നിലപാടതാണ്. ചെയ്യാനുള്ള ചെയ്യുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ദൈവം അതിൻ്റെ ഇരട്ടി ചെയ്തോളും. നീ ദൈവത്തിൻ്റെ കൂടെ കയ്യെ പിടിച്ചിട്ട് ആ ഈ എന്ന് പറഞ്ഞ പിള്ളേരെ എടുത്തു തുടങ്ങിക്കത്തില്ലേ. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യണത്, ദൈവത്തിൻ്റെ കയ്യേക്കാരി പിടിച്ചിട്ട് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിക്കണ പോലെ ഞാൻ 10 കൊടുത്തു, അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം കണ്ട് വെക്കുക. ഞാൻ രോഗിയെ ആശുപത്രി പോയി കണ്ടു, അതുകൊണ്ട് എൻ്റെ രോഗം ഇത് മാറ്റിത്താ. ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം? ചെയ്യാനുള്ളതൊക്കെ സന്തോഷത്തോടെ ചെയ്യണം. ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ചെയ്യാനുള്ളതും ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമപദ്ധതി നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതല്ല അതാ വിഷയം. ദൈവത്തിൻ്റെ നിലപാട് കണ്ട ലൂക്ക 17:10. ലൂക്ക 17:10 നോക്കിയേ. ഇതുപോലെ തന്നെ പറഞ്ഞേ, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം കൽപ്പിക്കപ്പെട്ടവയെല്ലാം പറഞ്ഞേ, കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ദൈവത്തിന്റെ വചനം നിർവഹിക്കണത് എന്താണ്? നമ്മുടെ കടമയാണത്. ഉടമ്പടി എന്താ ചെയ്യണത്? ഇപ്പം ചില കത്തോലിക്കരൊക്കെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 മാസം കഴിയുമ്പോൾ അവർ പറയവേ, ഇത് പാടൊന്നുമില്ല അച്ഛാ, ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന്. അത്രേ ഉള്ളൂ, കറക്റ്റാണത്. ഇത് പാടൊന്നുമില്ല അച്ഛാ, ഇത് ഉടമ്പടി എടുക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട, രോഗികളെ പോയി കാണണ്ടല്ലേ അല്ലേ? പിന്നെ ഇതിൻ്റെ വരണത് രോഗികളെ പോയി നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അവർ നമ്മുടെ കൊച്ചാപ്പന, ഇളയമ്മ, അമ്മാവന, അങ്കിള ഒക്കെ ഇരിക്കുന്നേ ഉള്ളൂ. രോഗികളെ നമ്മൾ കാണേണ്ടതാണ്, പക്ഷെ നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാണ്? കേവലമായ മനുഷ്യക്കാഴ്ചയാണ് കാണുന്നത്. എന്താണ് അത്? കാണുന്ന രോഗികൾ മിക്കവാറും നമ്മുടെ പരിചയക്കാരായിരിക്കും, അല്ലെ പാർട്ടിക്കാരായിരിക്കും. പക്ഷെ അപ്പം കർത്താവ് ചോദിക്കും, എന്താണ്? 5:46 ചോദിക്കും. ടേക്ക് ദ ബെഡ് ഓഫ് 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഈ ബന്ധുക്കളെ കാണാൻ ഒരു പ്രതിഫലം ഇല്ലെന്ന്. നിങ്ങളുടെ കൊച്ചാപ്പനെയൊക്കെ കാണാൻ തന്നിട്ടേ ഒരു പ്രതിഫലവും ഇല്ലെന്നാണ് പറയണത്. ആര്? ദൈവം തരുന്നില്ല, അവർ തരുമായിരിക്കും. അവരെഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ വസ്തു എഴുതി തരുമായിരിക്കും. നിങ്ങൾക്ക് അതാണല്ലോ വേണ്ടത്. അതല്ലേ പ്രശ്നം. നിങ്ങൾ ഈ ബന്ധുക്കളൊക്കെ വലിയ ഇങ്ങനെ കുടുങ്ങി ഓടിപ്പോയി കാണുന്നത് എന്താണ്? അതിങ്ങനെ രക്ഷപ്പെട്ട് വന്നാൽ നമുക്ക് വല്ല തടയുമെന്നുള്ളതല്ലേ? അതൊക്കെ ദൈവത്തിന് അറിയാം. അതാണ് അവർ പറയണത്. ഒന്ന് വായിച്ച 5:46 മത്തായി. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒരു പ്രതിഫലം ലഭിക്കത്തില്ലെന്നാണ് ഈ പറയണത്. ഈശോ ഇങ്ങനെ നെഗറ്റീവ് പറയണ ഇഷ്ടമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് നമ്മളെ കുരുക്കി കളയുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വിലയും കിട്ടത്തില്ലെന്നാണ് ഈ പറയണത് പച്ച മലയാളത്തിൽ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ എന്നുവെച്ചാൽ എന്താണ് പറയണത്? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക വെച്ചാൽ സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറഞ്ഞത്. സീറോ ബെനിഫിറ്റ്സ്. ഈ ബന്ധുക്കളെയും ചുവന്നുകൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് സീറോ ബെനിഫിറ്റ്സ് എന്നാണ് പറയണത്. ഒന്നും ഇല്ല എന്നാണ് പറയണത്. പിന്നെ
ചുങ്കക്കാർ പോലും. എന്നുവെച്ചാൽ ദൈവത്തോട് യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന ആൾക്കാർ ചുങ്കക്കാർ. എന്താ കാര്യം? റോമക്കാർ. മിക്കവാറും ചുങ്കക്കാർ, ഇസ്രായേലിലെ ചുങ്കക്കാരൊക്കെ റോമക്കാരായിരിക്കും. റോമക്കാരെന്നാ ചെയ്യണം? റോമക്കാരാണ് ഇവിടെ ഭരിക്കണത്. നമ്മളെ ഇംഗ്ലീഷുകാർ ഭരിച്ചില്ലേ, അവർ റോമക്കാരാണ് അന്ന് ഈ യെരുശലേം ഭരിച്ചത്. അപ്പോൾ റോമക്കാരെന്ത് ചെയ്യും? അവിടെ സീസറിന് 10 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരെല്ലാം കൂട്ടി ഗുണ്ടാപ്പിരിവും എല്ലാം കൂടി കഴിയുമ്പോൾ 100 രൂപ മേടിക്കും ആൾക്കടയ്ക്ക് നിന്ന്. അവിടെ 10 രൂപയെ കൊടുക്കത്തുള്ളൂ, ബാക്കി 100 രൂപ കുറേ പൈസ ഇവരടിച്ചു മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പുച്ഛമാണ് ചുങ്കക്കാര്. അപ്പോൾ അവരങ്ങനെ എന്താ വെച്ചാൽ ഇവരുടെ ഗുണ്ടകളുണ്ട് കുറേ ആൾക്കാർ. ഇപ്പോൾ 10 രൂപ റോമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ ആരെ പിടിക്കണം? അതിനകത്ത് ഇടനിലക്കാരുണ്ട് അല്ലേ. അതായത് അവിടെ ജില്ലാ പഞ്ചായത്തിൽ ആളുണ്ട്, ഡിസ്ട്രിക്റ്റിൽ ആളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗവർണറുണ്ട്. അവർക്കെല്ലാം കിട്ടാവുന്നതെല്ലാം ഓഹരിയിൽ ഇവർ പിരിച്ചു കൊടുക്കണം. അപ്പോൾ ജനങ്ങൾ കൊടുക്കുക? ജനങ്ങൾ കൊടുക്കത്തില്ല. ജനങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ എന്തുമാത്രം ഇസ്രായേലിലാണെങ്കിൽ അന്നത്തെ കാലത്താണെങ്കിൽ ഒരു കാലാവസ്ഥ ഇല്ലാത്ത സമയമാണ്. കാലാവസ്ഥ അല്പം തെറ്റിയാൽ പണ്ടൊക്കെ ക്ഷാമം വരത്തില്ലേ. ക്ഷാമം വരണത് എന്തുകൊണ്ടാണ്? ചില കാലങ്ങളിൽ മഴ തെറ്റിപ്പെയ്യും. ഇപ്പോൾ ചിലർ പറയണം മാവ് പൂത്തില്ലെന്ന് പറയണേ, ചിലർ പറയണ പൂത്തെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ പറയും മാവ് പൂത്തില്ല എന്ന് പറയണത്, പക്ഷേ ഞങ്ങളുടെ മാവ് പൂത്തെന്ന്. അത് നല്ല കാര്യം. നിങ്ങളുടെ മാവേ പൂത്തുള്ളൂ, നാട്ടിലൊന്നും മാവ് പൂത്തിട്ടില്ല. എന്താ കാര്യം? കാലാവസ്ഥ ഭേദം ഉണ്ടായി. അങ്ങനെ പണ്ടിതുപോലെ കാലാവസ്ഥ ഭേദം ഉണ്ടായാൽ ക്ഷാമം ഉണ്ടാവും. ഈ ക്ഷാമത്തിൻ്റെ ഇടയ്ക്കാണ് ഇവർ കൊണ്ടുവന്ന് 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? നമുക്ക് തന്നെ തിന്നാൻ കിട്ടണില്ല, പിന്നെ എങ്ങനെ മക്കളുടെ കൊടുക്കണത്? അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ഗുണ്ടകൾ വന്ന് വീട് തല്ലി പൊളിക്കും. അതാണ് ചുങ്കക്കാരുടെ പരിപാടി. അതാ. അപ്പം ചുങ്കക്കാരെ കാണുമ്പോൾ തന്നെ ഇവന്മാർ ഭയങ്കര ഗുണ്ടകളും ചൂഷകരുമായ ഇവരെ ജനത്തിന് വെറുപ്പാണ്. ജനത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് ആ ജനത്തിൻ്റെ വെറുപ്പ് മാറ്റാനാണ് മത്തായി എന്ന ചുങ്കക്കാരനെ കർത്താവ് എടുത്തത്. ദൈവം ആരും വെറുക്കണില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ്. നമ്മുടെ കയ്യിരിപ്പോൾ എന്ത് മോശമായാലും ദൈവത്തിന് നമ്മളെ വെറുക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവം ഒരു അമ്മയെക്കാൾ ഇത്തിരി കൂടുതലാണ് ശരിക്കും. ഇപ്പം ചില മക്കളെയൊക്കെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുമ്പോൾ അമ്മയെ വിളിച്ച് പറയത്തില്ലേ, വല്ലതും നിനക്ക് അവസാനമായിട്ട് പറയാനുണ്ട്? മക്കളെക്കുറിച്ച് പത്രക്കാർ ചോദിക്കത്തില്ല. തൂക്കിക്കൊല്ലാൻ പോണ പ്രതിയുടെ അമ്മയോട് ചോദിക്കും, നിങ്ങൾക്ക് മകനെ തൂക്കിക്കൊല്ലുകയാണ് നാളെ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ ശരി പറയും, അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയും. അത് പത്രക്കാർ പറയും, അവസാനത്തെ വചനം, അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ. അപ്പോൾ അമ്മയാണെങ്കിലും ശരി, മകൻ തൂക്കുമരത്തെ കയറിയാൽ അവൻ എൻ്റെ വയറ്റിൽ പിറക്കാം. പക്ഷേ ദൈവം അങ്ങനെ പറയത്തില്ല, എൻ്റെ വയറ്റിൽ പിറന്നതാണെന്നേ പറയത്തുള്ളൂ. നമ്മൾ മോശക്കാരായാലും പറയും എൻ്റെ വയറ്റിൽ പിറന്നതാണെന്ന്, ഓൺ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിനാരും അങ്ങനെ. അതാണ് ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ ഈ നമുക്ക് എല്ലാ കോശങ്ങളും, ശരീരത്തിൻ്റെ കോശങ്ങളെല്ലാം എഴുന്നിരുന്നിട്ട് ഹല്ലേലൂയ പറയണത് സത്യമായതുകൊണ്ടാണ്. എന്താ കാര്യം? സ്വന്തം അമ്മ തന്നെ പറയും അവൻ എൻ്റെ വയറ്റിൽ പിറക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. പക്ഷെ ദൈവം പറയത്തില്ല, ഞാൻ തന്നെ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതാണ്, അവനെ അല്പം ദൈവസ്നേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. ബൈബിള് ഈ വിഷയങ്ങൾ പാപത്തെ എല്ലാം കാണുന്നത് പാപം എന്നതിനേക്കാളുപരി ദൈവസ്നേഹം കുറഞ്ഞു പോയെന്നേ പറയത്തുള്ളൂ. എന്നോട് ഇത്തിരി സ്നേഹം കുറഞ്ഞു പോയി. ദൈവത്തോട് സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? അറിയാതെ തന്നെ തിന്മകളിലേക്ക് മനുഷ്യൻ പോകും. ഞങ്ങൾ ഈ ആധ്യാത്മിക ഭിഷഗ്വരന്മാർ ചെയ്യണ പരിപാടി എന്താണെന്നറിയാമോ? ജനങ്ങളെ ഇങ്ങനെ ശപിച്ച് നിങ്ങൾ മോശമാണ്, പാപമാണ്, പാപം കത്തിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പാപത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറ് പോലും ഇല്ല. ഞാൻ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. കുമ്പസാരക്കൂടി ഇരിക്കുമ്പോഴും ഞാൻ പറയും, മകനെ ഇരുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് നീ മൊത്തം ഇരുട്ടാണെന്ന് നിൻ്റെ കണ്ണുകൂടി അടച്ച് കളഞ്ഞേണ്ട കാര്യമില്ല. ചില ആൾക്കാർ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ടേ അവൻ്റെ കണ്ണുകൂടി അടച്ച് കളയും. കാര്യം എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അച്ഛാന്ന് പറയും. ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെടാൻ പറ്റും, ഇരുട്ടാണ്. അപ്പം നമ്മൾ വിളക്ക് കത്തിക്കുക, നീ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യ്. പതുക്കെ ദൈവം തന്നെ അതെന്നെ കണ്ണ് കാഴ്ച തുറന്നതല്ലേ, ഇരുട്ട് മാറ്റിയതല്ലേ. ദൈവം തന്നെ ചില പാപങ്ങളെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ദൈവം തന്നെ വന്ന് നമ്മുടെ കണ്ണിൽ തൊടണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവൻ പറയണ പോലെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധമാണേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ദൈവസ്നേഹത്തെ വളർത്തും. നിങ്ങളിതൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വസ്തുസ്നേഹമാണ് ചിലർക്ക് ഉണ്ടാകണത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? രോഗികളെ കാണുന്നുണ്ട്, സുവിശേഷ വില ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പലർക്കും ദൈവസ്നേഹമല്ല ഉണ്ടാകണത്. എന്താ ഉണ്ടാകണത്? വസ്തുസ്നേഹം എന്ന് പറയും, അല്ലെങ്കിൽ വിഷയസ്നേഹം. എന്താണ് കാര്യം?
ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കാണാതെ പോയ ഭർത്താവ് തിരിച്ചു വരും, അപ്പോഴും വ്യക്തിസ്നേഹമായില്ലേ അല്ലേ? അല്ലെങ്കിൽ എൻ്റെ പഠിക്കാത്ത മകൻ പഠിക്കാൻ തുടങ്ങും, അപ്പോൾ എന്തായാലും അപ്പോഴും വ്യക്തിസ്നേഹമാണ്. അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് കൊടുക്കാൻ പോകുന്ന സ്ഥലം മേടിക്കാൻ പറ്റും, അപ്പോൾ വസ്തുസ്നേഹമായില്ലേ? അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വരണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ലാഗ് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ഈ ഉടമ്പടിയുടെ സൂചി ഇരിക്കണത് ദൈവസ്നേഹത്തിലല്ല ഇരിക്കണത്. എവിടെയാണ്? വസ്തുസ്നേഹത്തിലോ വിഷയസ്നേഹത്തിലോ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നിയോഗങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിയോഗം അല്ല ഉടമ്പടി ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാനിവിടെ ഇതില്ലേ അതായത് നമ്മുടെ ഡെയിലി ബ്രെഡ് അവിടെ സ്റ്റുഡിയോയിൽ നിൽക്കിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ബ്രെഡ് സംസാരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല, ഉടമ്പടി തന്നെയാണെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞ്, കർത്താവ് പറയണം ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടിയുടെ വിഷയമല്ല, ഉടമ്പടി തന്നെയാണ്. അത് എനിക്കൊരു ബോധം ഉണ്ടായി. അപ്പോഴും ഉടമ്പടി ലക്ഷ്യം നമുക്ക് നിയോഗമല്ലേ? രോഗം മാറുക, വീട് വിൽക്കുക, വീട് വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, മകളെ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക, അപ്പോൾ വിഷയമല്ലേ നമുക്ക് ഉടമ്പടി ലക്ഷ്യം. പക്ഷേ ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? ഉടമ്പടിയുടെ ലക്ഷ്യം വിഷയമല്ല, വ്യക്തികളുമല്ല, പിന്നെ എന്താണ്? ഉടമ്പടി തന്നെയാണ്. എന്ന് പറഞ്ഞ് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉടമ്പടി? ദൈവവും ഞാനും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. അത് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണോ ഉടമ്പടിയാണോ നിനക്ക് പ്രധാനം, ഉടമ്പടിയുടെ വിഷയമാണോ എന്നറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്യാതെ പോകും. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടി ലക്ഷ്യം വിഷയമാണോ വ്യക്തിയാണോ, അല്ല ഉടമ്പടി ലക്ഷ്യം ഉടമ്പടി തന്നെയാണോ, ഉടമ്പടിയുമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധമാണോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പോൾ നടക്കാതെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിക്ക് മാറ്റമില്ല. കാര്യം എൻ്റെ ബന്ധം നീയുമായിട്ടാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, കർത്താവേ ഉടമ്പടി നടന്നാലും നടന്നില്ലെങ്കിലും ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. അത് നീയുമായിട്ടുള്ള സ്നേഹവും ബന്ധവുമാണ്. ഉടമ്പടി നടക്കാതിരിക്കുമ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഉടമ്പടിയോടെ മുന്നോട്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഉടമ്പടിയിലെ വിഷയങ്ങൾ നടക്കാപ്പോഴും നിന്റെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവൻ പറയുന്നത് ജീവിതം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ കുറേ കാര്യങ്ങള്, അതിൻ്റെ ഒരു ബയോളജി, ജീവശാസ്ത്രം, അതിൻ്റെ ഓരോ അവയവങ്ങളും ഘടകങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നുവോ ആ ദൈവം തന്നെയാണ് ഉടമ്പടി ലക്ഷ്യം. ബൈബിളെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മാനുഷികമായ ബലഹീനതയിൽ ഇരുട്ടിൽ കിടക്കുന്നവർക്കും ഒരു പ്രത്യാശയാണ്. ഏത് പാപാവസ്ഥയിൽ കിടക്കുന്നവന് ഒരു പ്രത്യാശ കൊടുക്കും. എന്താണ്? അന്ധകാരത്തിൽ കിടക്കുന്നവർ ഒരു പ്രകാശം കണ്ടു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 4:16. ഭയങ്കരമായ ഒരു വചനമാണിത്.
അതായത് മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അതായത് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം തന്നെയാണ്. പാപത്തിന്റെ ശമ്പളം മരണം. അതാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പാപത്തിന്റെ ശമ്പളം മരണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 6:22. റോമ 6:22. പാപത്തിന്റെ വേതനം മരണമാണ്. പാപത്തിന്റെ ശമ്പളം പറഞ്ഞേ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണമാണ്. റോമായുടെ കൂടെ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറയുന്ന വചനത്തിന്റെ കൂടെ വായിച്ചേ. മത്തായി 4:16. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിപർവ്വതത്തിന് താഴ്വര എന്നല്ല എൻ്റെ അർത്ഥം. പാപത്തിന്റെ മേഖലയിലെ പക്ഷേ കാര്യം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പം മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിന് ഒരു മേഖല തന്നെയുണ്ട്. പാപത്തിന് വലിയൊരു മേഖലയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് പാപത്തിന്. അപ്പോൾ ഒരു ഈ പാപത്തിൻ്റെ ഒരു സിൻ സോൺ എന്ന് പറയാവുന്ന സിൻ സോൺ എന്ന് പറയുമ്പോൾ അത് ഒരു പാപമായിട്ട് വരത്തില്ല. ഒരാളിന് ഒരു പാപം ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ ഒരു സോണിൽ തന്നെ ആ മുഴുവൻ പാപമായിരിക്കും. ഇപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവിടെ അതിരപ്പള്ളി പണ്ട് ഞാൻ പോയിട്ടുള്ളതാണ്. 70-75 പോയിട്ടുള്ളതാണ്. അപ്പം അന്ന് പോയപ്പോൾ അവിടെയൊക്കെ എണ്ണപ്പനയില്ലേ. ഇപ്പം ചെല്ലുമ്പോൾ മുഴുവൻ എണ്ണപ്പനയാണ്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ പോയപ്പോൾ ആ എണ്ണപ്പനയുടെ ആ കാട്ടിക്കുടിയൊക്കെ വെറുതെ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. എന്താ പോയെന്ന് വെച്ചാൽ ഭയങ്കരമായൊരു കുളിർമയാണ്. അപ്പം അത് ഈ പെണ്ണപ്പനയുടെ മേഖലയാണ്. ഇതുപോലെ ഒരു പനയായിട്ടൊന്നും ഉണ്ടാകത്തില്ല. പാപത്തിൻ്റെ ഒരു പനയായിട്ടുണ്ടാകത്തില്ല. ഒരു മേഖലയായിരിക്കും ഉണ്ടാകുന്നത്. ഈ മേഖല പാപത്തിൻ്റെ മേഖലയിൽ എന്ത് ചെയ്യണം? അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. അപ്പം ഞാനെന്ന് പറഞ്ഞ കാര്യം അത്ര കുറച്ച് അട്ടേക്കപ്പെടക്കൂടി. അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. യോഹന്നാൻ 3:30. യോഹന്നാൻ 3:30. അവൻ വളരുകയും അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാള്. ഉടമ്പടിയിൽ എന്താ സംഭവിക്കേണ്ടത്? യോഹന്നാൻ 3:30 സംഭവിക്കണം. എന്താണ്? അവൻ വലുതാകുകയും ഞാൻ കുറയുകയും വേണം. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പോൾ 2 പ്രോസസ്സാണ് നടക്കുന്നത് ഒരേ സമയത്ത്. എന്താ കാര്യം? അവൻ വലുതാകുകയും ചെയ്യണം. പിന്നെ എന്താണ്? ഞാൻ കുറയുകയും ചെയ്യണം. യോഹന്നാൻ കുറയണ കാര്യമല്ല. ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. എന്താണ് ഞാനെന്ന് പറയുന്നത്? എന്താണ്? അഹം. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയത്തില്ല. എന്താ കാര്യം? അഹത്തിന് ബ്രഹ്മാസ്മി ആകാനൊന്നും പറ്റത്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന സംഭവമുണ്ട്. എന്താ കാര്യം? ഞാനെന്ന് പറയുന്നത് എന്താണ്? ബൈബിൾ പറയും, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ആരെങ്കിലും എന്നെ രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. എന്താ കാര്യം? എന്നെക്കൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതാണ് അത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 7:24. റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇതാണ് ഞാൻ എന്ന് പറയണത്. എന്താണ് ഞാൻ? എന്താണ്? ഒരു ഗതികെട്ട മനുഷ്യനാണ്. എന്താണ്? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വായിച്ചോളൂ. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അവിടെ മരണമെന്ന് പറഞ്ഞാൽ പാപമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദുർഭകനായ മനുഷ്യൻ. പാപത്തിന്. അപ്പം മരണത്തിന് എന്നാണ് എഴുതിയിരിക്കണമെങ്കിൽ നമുക്ക് ബൈബിളിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് മരണം എന്ന് പറഞ്ഞ ഉടനെ പാപമെന്ന് നമ്മൾ വായിക്കേണ്ടി വരും. തർജ്ജമ ചെയ്ത് വായിക്കേണ്ടി വരും. എന്താ? ഞാൻ ദുർഭകനായ മനുഷ്യൻ. പറഞ്ഞേ. പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അപ്പൊ ശരീരമാണ് പ്രശ്നം. ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ശരീരത്തിൽ നിന്ന് ആരെങ്കിലും മോചിപ്പിക്കണം. എന്താ കുഴപ്പം? എന്താണ്? എത്ര കിട്ടിയാലും പോരാ. അതാണ് പ്രശ്നം. എത്ര കിട്ടിയാലും പോരാ.
ഇപ്പോൾ ഓരോ വ്യക്തികൾ എന്താ ചെയ്യണത്, നമ്മൾ ഓരോരോ ആൾക്കാർ മലയാളത്തിൽ സംഭവിക്കണുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഈ ദിവസം തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കണം തോന്നാമെന്ന് പറഞ്ഞ്. തമിഴ്നാട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കുകയാണ്. അതാണ് ഞാൻ ഇന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചെന്നാൽ മനസ്സിലാകും. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പണ്ടുണ്ടായിരുന്നത് സാധാരണ മനുഷ്യൻ ജീവിക്കാൻ പറ്റിയൊരു വീട് അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരെല്ലാവരും 2 നിലയും 3 നിലയും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ 3 നില ആക്കിയാൽ കുഴപ്പമില്ല. എന്താ പ്രശ്നം? അതിൻ്റെ അകത്തൊരു 30 ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 3 പേരെ താമസിക്കുന്നുള്ളൂ 3 നിലയിൽ. അവിടെയാണ് ഈ ഞാനെന്ന് പറഞ്ഞ സാധനം വരണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ? ഇപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരികയാണ്. വിരുന്നുകാർ വരുമ്പോൾ ആ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ 2 കൈ നീട്ടിക്കൊണ്ട് അവരുടെ വായും പൊളിച്ച്, ചുമ്മാ അഭ്യാസമാണ്. അവർക്ക് പറയാം മലയാളിക്ക് കുറച്ച് അഭിനയം കൂടുതലാണല്ലോ, നമ്മളെല്ലാവരും ആക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇവർ വായും പൊളിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്ര നാളെ കണ്ടിട്ട് ഈ വഴിയൊക്കെ മറന്നാ ആര് വെറുതെ പറഞ്ഞ അതൊക്കെ ചുമ്മാ അടിച്ചു വിടണമെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഈ വഴിയൊക്കെ മറന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിങ്ങനെ 70mm പല്ലും കാണിച്ച് നിൽക്കല്ലേ. അപ്പോഴുണ്ട് അവർ പറയണ എൻ്റെ കൊച്ച്, എൻ്റെ ഇളയമ, എൻ്റെ കൊച്ച് മറന്നു. ഞാനോർത്ത് അതാണ് നമ്മുടെ വീടെന്നും പറഞ്ഞു. ഞാൻ കുറേ നാളായില്ലേ ഇവിടെ വന്നിട്ട്, 10-12 കൊല്ലം. ഞാനോർത്ത് അതാണെന്നും പറഞ്ഞ് ആ വീട്ടിൽ കയറി, കാറുള്ള വീട്ടിൽ കയറി ചെന്നു. ഇവിടെ വീട്ടിൽ കാറില്ല. അപ്പോൾ ഇവരുടെ വീടാണെന്നും പറഞ്ഞ് അവിടെ കയറി ചെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ 70mm അങ്ങനെ അതിനെ കൊട്ടി അടച്ച് തീർന്ന പരിപാടി. ഇതാണ് ഞാനെന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവരെ എന്നെയും തമ്മിൽ നിന്ന് തുലം ചെയ്തിട്ടില്ലേ. അപ്പം ഞാൻ അവരല്ലെന്ന് പറയുമ്പോൾ എനിക്കെന്തോ കുറവുണ്ടെന്നല്ലേ ഭർത്താവ്. വീട് മാറി കയറിയെന്നാ പറയണേ. വീട് മാറി കയറിയപ്പോൾ തന്നെ നെഞ്ചുവേദനയായി. വേറെ പറഞ്ഞതേ ഉള്ളേ. നമ്മളാരും കയറിയില്ല, അവരാണ് കയറിയത്. അവർ നമ്മുടെ വീട് മാറി വേറെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നെഞ്ചുവേദന. ഇതാണ് ഈ നെഞ്ചുവേദന പറയണം. ബ്രഹ്മാസ്മി അല്ല ശരിക്കും നെഞ്ചുവേദന. കണ്ടവൻ്റെ വീട് നമ്മളെക്കാൾ ഇത്തിരി വലുതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാനില്ലേ, അതാണ് നെഞ്ചുവേദന കൊണ്ട് എടുക്കണം. ഈ ഞാനുണ്ട്. ഈ ഞാൻ ആര്? അത് ബൈബിൾ ചോദിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ ആര് രക്ഷിക്കും ഈ അഹംഭാവത്തിൽ നിന്ന്? അത് തന്നെ ജീസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ യോഹന്നാൻ പറയും ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇവൻ ഭയങ്കര പുള്ളിയാണ്. ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്നിരിക്കുന്ന ആളാണ്. എന്നോട് അപ്പ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്ത് വല്ലാത്ത പറച്ചിലാണ് യോഹന്നാൻ പറയണത്. അതായത് ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളല്ലേ. ഇപ്പം എന്താ യോഹന്നാൻ പറയണത്? ഇവൻ ഭയങ്കര പുള്ളിയാണ്. ഇവൻ ആരാണ്? യോഹന്നാൻ 1:29 പറയും ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി അപ്പ പറഞ്ഞു വിട്ടിരിക്കുന്ന ആളാണ് ഇവൻ. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഇവനും വളരണമെങ്കിലേ ഞാൻ ചെറുതാകണമെന്ന്. അതാണ് വിഷയം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 തുല്യം ചൊല്ല അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ ജീവനെ സ്വന്തമേ അപ്പോൾ ഉടമ്പടി കാലത്ത് നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു പാപം എന്താണ്? പാപത്തിൻ്റെ മേഖല. പാപം ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഞാൻ എന്നുള്ള സംഭവം നിലയ്ക്കുള്ള കാലം ആ ഞാൻ ഉണ്ടാക്കുന്ന റിസൾട്ടിൽ പാപത്തിൻ്റെ ഒരു മേഖല ഉണ്ടാകും. അതാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് 4:16 പറയുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ മേഖലയിൽ താമസിക്കുന്നവരെ, മരണത്തിൻ്റെ നിഴൽ വീണ മേഖലയാണ്. ഇപ്പോൾ ഒരു പാപമായിട്ട് ഒരാൾക്കുണ്ടാകത്തില്ല.
അതിലേറ്റവും വലിയ പാപം നിങ്ങൾ ഓർക്കും സെക്സാണെന്ന് വിചാരിക്കും. ബൈബിൾ സെക്സിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. 6ാമത്തെ സ്ഥാനമേ സെക്സിനുള്ളൂ. നമ്മൾ പറഞ്ഞ് സെക്സ് ഒന്നാക്കിയതാണ്. മനസ്സിലായില്ലേ? കാര്യം ബൈബിളിൽ സെക്സ് എന്ന് പറഞ്ഞ സംഭവത്തിന് 6ാമത്തെ സ്ഥാനമേ ഉള്ളൂ. കാരണം 6ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്തതെന്നുള്ളത്. വ്യഭിചാരം ചെയ്യുന്നുള്ള 6ാമത്തെ കൽപ്പനയാണ്, 1ാമത്തെ കൽപ്പന അല്ല. 1ാമത്തെ കൽപ്പന ആരാണ്? വേറെ ഒരു ഞാനുണ്ടെന്നാണ് പറയണത്. എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഞാനല്ലാതെ മറ്റൊരു ദൈവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 20:3. പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ മറ്റൊരു ദേവന്മാർ നിനക്കുണ്ടാകരുത്. അതാണ് ഞാൻ. എന്താ ഇപ്പം പറയണത്? ഈ ഞാൻ എന്ന് പറയുന്ന ദൈവം നമ്മൾ വളരുകയും ഈ ജഡത്തിലുള്ള ഞാൻ ചെറുതാകുകയും ചെയ്യണം. ബൈബിളിൻ്റെ ഒരു ഇക്വേഷൻ അതാണ്. അതായത് ദൈവമാകുന്ന ഞാൻ എന്നിൽ വളരണം. ക്രിസ്തുവിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ക്രിസ്തു എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. എന്താണ്? ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചാൽ അതിൻ്റെ ടെൻഡൻസി എന്താണ്? വളർന്നുകൊണ്ടേയിരിക്കും നമ്മളിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഞാനെന്ന് പറയുന്ന ജഡിക ഞാൻ, എൻ്റെ ഇച്ഛാശക്തി, ഇപ്പം നമുക്കുണ്ടാകുന്ന വൈരാഗ്യങ്ങളില്ലേ, ബൈബിളിൽ ക്ഷമിക്കാനൊക്കെ പറയത്തില്ലേ? പിന്നെ എൻ്റെ പട്ടി ക്ഷമിക്കും. ഏത് പട്ടിക്കൊരു കാലം ഉണ്ടാകും. ഏത് പുളിച്ചും പൂക്കും. എൻ്റെ പുളിച്ചും പൂക്കും. അപ്പോൾ ഞാൻ അവിടെ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹർട്ടാകും നമ്മൾ. ഇതാണ് ഞാൻ, ജഡിക ഞാനെന്ന് പറയുന്നത്. ഈ ദൈവം നമ്മൾ വളർന്നു കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. പോകാൻ പറ, പൊയ്ക്കട്ടെ, കളയട്ടെ. ദൈവനാമത്തിൽ നമ്മളത് കണ്ടില്ലെന്ന് വെക്കും. ഈ ക്ഷമ വളരുമ്പോൾ അതിൻ്റെ കൂടെ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. അതാരാണ്? ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ അനുഭവ തലങ്ങളാണ് സഹിക്കുന്ന സ്നേഹം. ഇപ്പം സഹിക്കുന്ന സ്നേഹമാണ് നിന്നിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിൻ്റെ അയൽവാസി പല പരിപാടിയും കാണിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അയൽവാസി കാണിക്കുന്ന പരിപാടി എന്താണ്? വേസ്റ്റ് കൊണ്ടുപോകാൻ നമ്മുടെ മുറ്റത്തിലും അല്ലെങ്കിൽ നമ്മുടെ വെയിലിപ്പുറത്തിലും നമ്മളില്ലാത്ത സമയത്ത് നോക്കി നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോകും. എൻ്റെ അച്ഛൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാണ്? മനുഷ്യൻ്റെ കണ്ണ് വെട്ടി അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാതെ നീ ഉരലെ കെട്ടിപ്പിടിച്ച് വീട്ടിയിരിക്കുന്നവരുണ്ട് പാവത്തുങ്ങൾ. കൊണ്ടേ തിന്നെ, നീ കൊണ്ടുപോയ കർത്താവ് എനിക്ക് തരുമെന്ന് പറഞ്ഞ് പോരണ്ടേ? അപ്പോൾ എന്താണ്? കർത്താവ് നിന്നെ വളരുന്നു. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാനോട് പറഞ്ഞേ,
വേറെ ഒരുത്തൻ നമ്മുടെ കൂടെ ജോർദാൻ്റെ അക്കരെ ഉണ്ടായിരുന്ന ആളില്ലേ, അങ്ങേര് നിന്നെപ്പോലെ ജ്ഞാനസ്ഥാനം കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ്. കർത്താവിന് വാസ്തവത്തിൽ ജ്ഞാനസ്ഥാനം ആരും കൊടുക്കേണ്ട ഒരു കാര്യമില്ലാഞ്ഞ് യോഹന്നാനെ കൊണ്ട് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് യോഹന്നാനെ കൊണ്ട് ഈ പ്രബോധനം പറയിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു ജ്ഞാനസ്ഥാനം കൊണ്ട് കൊടുത്തത് കർത്താവ്. അപ്പോൾ യോഹന്നാൻ കർത്താവ് ജ്ഞാനസ്ഥാനം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിലാണ്, വെള്ളത്തിലല്ല, പശ്ചാത്താപത്തിൽ ജ്ഞാനസ്ഥാനമല്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന യോഹന്നാനെയാണ്. എന്നിട്ടും കർത്താവ് ജ്ഞാനസ്ഥാനം കൊടുത്തത് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണ്? ജ്ഞാനസ്ഥാനത്തിലൂടെ, സഹനത്തിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനിഷ്ടമായി. ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇഷ്ടത്തിന് അനിഷ്ടമായി ബെൻഡായിട്ട് വേറെ ഇഷ്ടം വരും. ആരുടെ ഇഷ്ടം വരും? വേറെ ഒരു ഞാനുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം വരും. അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. അതിന് ദൈവ ഇഷ്ടത്തിന് ഞാൻ എണ്ണത്തിന് തയ്യാറാക്കുന്നതാണ് ജ്ഞാനസ്ഥാനം. അത് വെള്ളം കോരി ഒഴിക്കണ കേസുകത്ത് മാത്രമല്ല. നീ ഒരു വെള്ളം കോരി ഒഴിച്ചില്ല, നിനക്ക് കർത്താവിനെ നിൻ്റെ ഹൃദയത്തിൽ വളരണം എന്ന് നീ ആഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൻ്റെ ഇഷ്ടം മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴും നീ ജ്ഞാനസ്ഥാനപ്പെട്ടിരിക്കുന്നു. പുതിയൊരു ശക്തി ഉണരാ, കൃപയിൽ ചൊരിയണമേ. പുതിയൊരു ജനം നൽകുന്നു പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി ഉണരാ, കൃപയിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അപ്പോൾ എന്താ ജ്ഞാനസ്ഥാനം എന്ന് പറയണത്? നമ്മുടെ ഇഷ്ടത്തിനെതിരെ വേറെ ഒരു ഇഷ്ടം കയറി വരികയും അത് ദൈവനാമത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ദൈവേഷ്ടമായിട്ട് കൺവേർട്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടത്തിനെതിരെ വേറെ ഇഷ്ടം കയറി വരും, അത് ദൈവേഷ്ടമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊരു ജ്ഞാനസ്ഥാനമായിട്ട് മാറും. എന്താണ്? നിന്നെ പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഉപാധിയായി മാറും. ഇപ്പം നീ ഒരു കുഞ്ഞുടുപ്പ് തയ്പ്പിച്ചു, കുറച്ച് പൊട്ട് വാങ്ങിച്ച് വെച്ച്, കുറച്ച് കരിമഷി മേടിച്ച് വെച്ചു, കുറച്ച് കരിവളം മേടിച്ച് വെച്ചു. അപ്പോൾ നീ ഉടനെ പ്രഗ്നൻ്റ് ആണുള്ള അമ്മയാണെങ്കിൽ പറയും, എൻ്റെ കുഞ്ഞുവാവ് വരുമ്പോൾ ഞാൻ ആരുടെയും കൊതി തട്ടാതിരിക്കാൻ വേണ്ടി കരിവള ഇടിക്കും. വല്ല കാര്യമുണ്ടോ? കരിവള അന്ധവിശ്വാസമാണ്. നമ്മുടെ കരിവള ഇടാത്ത വല്ലവരും ഉണ്ടാ? എന്താ കരിവള കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. എൻ്റെ കുഞ്ഞിനെ വേറെ ആരെയും നോക്കരുതെന്ന്. എൻ്റെ കുഞ്ഞ് പറ്റിയിട്ടില്ലേ? ഞാൻ എൻ്റെ വരവ് കണ്ടില്ലേ? എൻ്റെ കുഞ്ഞിനെ വേറെ ആരും നോക്കരുത്, അതിന് കണ്ണ് തട്ടരുത്, അതുകൊണ്ട് കരിവള ഇട്ടിട്ട് കരിമഷ കണ്ണൊക്കെ ഇങ്ങനെ എന്ത്. ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പ്രാകൃത വേഷമാണ്. ഞാൻ ചോദിക്കും, നീ തന്നെ ഇത് പറ്റതാണോ എന്ന് ചോദിക്കും. പക്ഷേ അമ്മ തന്നെ അത് മിടുക്കിയായിരിക്കണം. കൊച്ചാണെങ്കിൽ മൊത്തം കരിവാരി തേച്ച് എന്നെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് കണ്ണ് തട്ടരുതെന്ന്. അങ്ങനെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ ആവരുത്, അങ്ങോട്ട് പോരുത്, അവിടെ പോയി കളിക്കരുത്, അവർ ചീത്ത പിള്ളേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ള അവർ സ്ക്രൂ ചെയ്തിട്ട് ഈ കുഞ്ഞിനെ വേറെ ഒരു പണ്ടാരമായിട്ട് വളർത്തിക്കൊണ്ട് വരും. വേറെ സാധനം, മറ്റുള്ളവരുടെ അരിശം, പുച്ഛം. കാര്യം ഇവരുടെ പുച്ഛവും അരിശവും ഒക്കെ കുഞ്ഞിനങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഞാനെന്ന് പറയുന്നത്. ഈ ഞാൻ ചെറുതാകണമെന്നാണ് പറയണത്. ഇത് വെച്ചോണ്ട് ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് ഉടമ്പടി പറഞ്ഞത്? എന്താണ്? അവൻ വലുതാകണം. അവന് എല്ലാ മനുഷ്യരെയും വെറുപ്പില്ല ആരോടും. ചുങ്കക്കാരോട് പറയും, മത്തായി ഇവിടെ വന്നാൽ പറയില്ല, നിൻ്റെ കൂടെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കണതേ 10 മനുഷ്യരെ കാണണം. അതാണ് പ്രശ്നം. കണ്ണ് നിറഞ്ഞു പോകും കർത്താവിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ. ചുങ്കക്കാരൻ അബോമിനൽ പേഴ്സണാണ്. ചുങ്കക്കാരന് എല്ലാവർക്കും പുച്ഛമാണ്. ഇവനെ കാണുന്നതിന് അവർ തുപ്പ് ഉടനെ അവനെ വിളിച്ച് പറയും, നിന്നെക്കൊണ്ട് കുറച്ച് പണി ദൈവത്തിനുണ്ട്, അത് ഞാൻ ചെയ്യിക്കും, നീ എൻ്റെ ചരിത്രം എഴുതും. പക്ഷേ അതിക്ക് മുമ്പ് നിന്നെ ഒന്ന് വയറ്റ് വാഷ് ചെയ്യാറുണ്ട് എനിക്ക്, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. സഖ്യഭൂഷണം പറഞ്ഞു, നീയും ചുങ്കക്കാരനാണ്, നിന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് നാട്ടിൽ. ഈ സമൂഹത്തിൽ നിന്നെക്കുറിച്ച് പേരില്ല, നിന്നെക്കുറിച്ച് ദുഷ്പേരാണ് ആൾക്കാർ പറയണത്. നിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മോന്ത പോവും. അത് ഞാനൊക്കെ മാറ്റിയെടുക്കും, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. ഈ സഖ്യഭൂഷൻ്റെ വീട്ടിലും ഈശോ പോയി, ഈ മത്തായിയുടെ വീട്ടിലും പോയി.
രണ്ടുപേരുടെ വീട്ടിലും ചെയ്തത് എന്താ? ഭക്ഷണം കഴിക്കണേ ചെയ്ത് രണ്ടുപേരുടെ വീട്ടിലും ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്താ, അവരെ മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ദൈവപൈത ഓർക്കുക, നീ എത്ര മോശപ്പെട്ടതാണെന്ന് ഈ സമൂഹം പറഞ്ഞാലും ദൈവം നിന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം എന്താണ്? നീ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് നിന്നെ വേണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഇതു ചെയ്തും നന്ദി ചൊല്ലേണം. എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോടും ഇന്നു ചെയ്തും നന്ദി ചൊല്ലേണം. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സക്കേവുസിൻ്റെയും ഭർത്താവ് മത്തായിയുടെ വീട്ടിൽ കർത്താവ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും വന്ന് വേലിക്ക പാത്തുനിന്ന് ഇങ്ങനെ വേലിക്ക മുകളിൽ തലയിട്ടോണ്ട് നോക്കുകയാണ്. ഇതെന്ത് ഇവൻ്റെ വീട്ടിൽ കർത്താവ് കയറിയത്? ഇവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കർത്താവ് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടപ്പോഴേ ആൾക്കാർക്കെല്ലാം മനസ്സിലായി സക്കേവുസും മത്തായിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയും, നിങ്ങളും വാ എന്ന് വേദിക്ക ഇങ്ങനെ തലപൊക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കും മത്തായിയുടെ വീട്ടിൽ നിന്ന്. അവരും വന്ന്, അവർ പണ്ട് മത്തായിനെ പൂജിച്ച ആൾക്കാരൊക്കെയാണ്, അവരും വന്ന് അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ ഈ സ്നേഹത്തിൻ്റെ മുഖ്യധാരെ കൊണ്ടുവരും. സക്കേവൂസിനാണെങ്കിൽ വല്ലാത്ത രണ്ടുപേരും പറഞ്ഞ്, മത്തായി പറഞ്ഞ്, കർത്താവേ എനിക്ക് ഈ പണി വേണ്ട കേട്ടോ, നിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ നിൻ്റെ തന്നെ മതി, ഞാൻ നിൻ്റെ കൂടെ വല്ല എഴുത്തും കുത്തുമായിട്ട് നടന്നേക്കാം. അങ്ങനെ മത്തായി കൂടെ പോന്നു. സക്കേവൂസ് പറഞ്ഞ, കർത്താവേ എൻ്റെ ജനത്തിന് എന്നെ വേണ്ട, ജനത്തിന് എന്നെ പുച്ഛമാണ്, ജനത്തിന് എന്നെ വൈരാഗ്യമാണ്. പക്ഷേ ഈ ജനം കണ്ട, ഈ ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ, എനിക്കത് മതി, എനിക്ക് പിന്നെ ഈ സ്വത്തെന്തിനാ, എല്ലാം ഞാൻ കളയുകയാണ്, എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്താണ്, നീ എന്നിന് വളർന്നാൽ മതി, ഞാൻ ചെറുതായാൽ മതി എന്ന്. കണ്ട സഖ്യപുസ്തകം കണ്ട ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ വലിയ വചന വെളിപാടിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. അതായത് കർത്താവിൻ്റെ ഈ സ്നേഹമില്ലേ, എല്ലാവരോടും കാണിക്കുന്നൊരു സ്നേഹമുണ്ട്, ആരെയും എഴുതി തള്ളത്തില്ല. നീ ഒരു ഭയങ്കരമായ നിൻ്റെ സമൂഹവും സഭയും ഒക്കെ നിന്നെ ഇങ്ങനെ മാർജിനലൈസ് ചെയ്താലും കർത്താവ് മാർജിനലൈസ് ചെയ്യത്തില്ല. നിനക്കൊരു അവസരം തരും, നിനക്കൊരു ദിവസം തരും, നിനക്കൊരു ദിവസം ഉണ്ട്, അത് നിൻ്റെ രക്ഷയുടെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വെയിറ്റ് ചെയ്യും. എത്ര കാലം വേണമെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നിനക്ക് വേണ്ടി എത്ര കാലം വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു ദൈവം ഉണ്ടപ്പോൾ നീ എന്തിനാ വിഷമിക്കുന്ന ദൈവം പോയതല്ലേ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. അതായത് സ്നേഹത്തിലെ എല്ലാവർക്കും എല്ലാവരും പറയുവേ, എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്, ഇപ്പം ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറേ നാളായി. അതാണ് സംഭവം. അതായത് ഇപ്പോൾ അവർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴേ പണ്ട് എന്നാ വിളിച്ചത് 2022 ഒരു മെസ്സേജ് വന്നതാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇത് നിൻ്റെ വിഷയമായത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാകത്തില്ലെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു പഴയ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് എന്നില്ലേ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്കില്ല. അത് എപ്പോഴും പറയും, നമുക്കൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഇപ്പോൾ എവിടെയാണോ ആവോ. നമ്മളങ്ങനെയല്ല പറയണത്. എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു, കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയാണോ ആവോ.
എന്നാണ് നമ്മൾ പറയണത്. പക്ഷേ ദൈവം പറയത്തില്ല എനിക്ക് പണ്ടൊരു സ്നേഹത ഉണ്ടായിരുന്നു, ഇപ്പം എവിടെയാണോ ആവോ. അങ്ങനെ ദൈവം നിന്നോട് പറയത്തില്ല. ദൈവം പറയും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതാണ് പറയുന്നത്, ഓരോ പ്രഭാതത്തിലും അവൻ്റെ നിന്നോടുള്ള സ്നേഹം പുതിയതാണെന്ന്. സ്തുതിക്കട്ടെ. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ വിലപിച്ചുകൊണ്ട് പ്രവാചകൻ പറയണത് എന്താണെന്ന് നോക്കിയേ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എന്ന് പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കണ്ടില്ലേ, ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. എന്ന് വെച്ചാൽ നീ ഉടമ്പടി ഇട്ടും പോയാലും നിന്റെ ദൈവം നിന്റെ ഉടമ്പടി ഇട്ടു പോകത്തില്ല. മനസ്സിലായില്ലേ? നീ ഉടമ്പടി ഇട്ടു പോയാലും നിന്റെ ഉടമ്പടി, നിന്നോട് ചെയ്ത ദൈവം ചെയ്ത ഉടമ്പടി ഇട്ടു പോകത്തില്ല. അപ്പം നിങ്ങളാരും പറയരുത് പണ്ട് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇപ്പം അല്ലെന്ന് പറയരുത്. കർത്താവ് പറയും ഇപ്പോഴും ആണെന്ന് പറയും. കാര്യം എന്താണ്? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഓരോ പ്രഭാതത്തെയും പുതിയതാണ്. കൈയടിക്കട്ടെ. ഈ ദൈവസ്നേഹം ഉണ്ടല്ലോ മക്കളെ, ഈ ദൈവസ്നേഹം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, മനസ്സിലായില്ലേ? പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തേക്കാൾ വലുതാണ് പാപമെന്ന് പറയരുത്. എന്താണ്? പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഉടമ്പടി ഉദ്ഘോഷിക്കുന്നത് അതാണ്. ഈ പാപത്തേക്കാൾ വലുതായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയിലാണ് നീ നിൽക്കണത്. നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല. പിശാചാണ് പറഞ്ഞത് നീ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന്. നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല. വചനം പറഞ്ഞത് എന്താണ്? നീ ഇപ്പോഴും എൻ്റെ റേഞ്ചിലാണെന്നാ പറയുന്നത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ നിങ്ങളെ പാപത്തെ അഡ്രസ്സ് ചെയ്യാതിന് പകരം ദൈവസ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം. അതിൻ്റെ ഫലം എന്താണ്? സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? സ്നേഹത്തിൻ്റെ ഫലം കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? സ്നേഹത്തെ, പാപത്തെ അഡ്രസ്സ് ചെയ്യാതെ എന്തിനെ അഡ്രസ്സ് ചെയ്യണം? ദൈവസ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളുടെ പത്രം കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് കൊടുക്കണം. ഇന്നലെ ചാക്കോച്ച് ഒരു അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞു. ചാക്കോച്ച് അപ്പച്ചൻ നമ്മുടെ ആദ്യം പറഞ്ഞ ജോസഫീന അമ്മച്ചിയുടെ ഭർത്താവാണ് ചാക്കോച്ച അപ്പച്ചൻ. അപ്പം അപ്പച്ചന് മരിച്ചുപോയ ആളാണ്. 4 അറ്റാക്ക് വന്ന് മരിച്ചുപോയപ്പോൾ അമ്മ കിടന്ന് കാറി. അമ്മ പണ്ട് 2019 ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം അമ്മ പറയണേ, കർത്താവ് അമ്മേ 2 കൊല്ലം കോവിഡായിട്ട് വരാൻ ഒത്തില്ല. പിന്നെ എനിക്ക് തോന്നി നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. അതിനൊക്കെ മറുപടി വേണം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. കേട്ടില്ലേ? അമ്മേ 2 കൊല്ലം 2019 ഞാൻ ഉടമ്പടി എടുത്തതാണ്. പിന്നെ 2 കൊല്ലം കോവിഡായ എനിക്ക് വരാൻ ഒത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വയസ്സ് 60ആയി. അപ്പോൾ ഞാൻ ഓർത്തിന് 60 വയസ്സുകാർക്ക് പുതുക്കി കിട്ടത്തില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ ഉടമ്പടി ഉപേക്ഷിച്ചു. എൻ്റെ തിരി തീർന്ന്, എൻ്റെ ഉപ്പ് തീർന്ന്, എൻ്റെ അകപ്പാടെ ഉള്ളത് എൻ്റെ കാശുരൂപം മാത്രം. അമ്മേ, ഈ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈ കാശുരൂപത്തിൽ ഇപ്പോഴും നിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ മരിച്ചുപോയ ഭർത്താവ് തിരിച്ചു വരണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തിരിച്ചു വരത്തില്ല, മരിച്ചുപോയി. എല്ലാ ഡോക്ടർമാരും വന്ന് പൾസെടുത്ത് പോകുന്നു, എന്നിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോഴേ ഇവള് പറയും മരിച്ചിട്ടില്ല, അമ്മയുടെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറയുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പം കണ്ണു തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എന്നിട്ട് ഈ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ പറഞ്ഞ അടിപൊളി വർത്തമാനാണ്. പണ്ട് ഞാൻ ഒരു പണി ചെയ്യായിരുന്നു. ഞാൻ കോവിഡ് കാലത്തൊക്കെ ഇവിടെ വരുമായിരുന്നു. കോവിഡ് കാലത്ത് ആരും ഇവിടെ വന്നില്ലല്ലോ. വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ വന്ന് വാതിക്കൽ നിന്ന് മാതാവേ എന്ന് വിളിച്ചിട്ട് പോകും. അത് വലിയൊരു കാഴ്ചയായിരുന്നു, സഹിക്കാനാവാത്തൊരു കാഴ്ചയായിരുന്നു. അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് പോകും. അവിടെ ആ ഗേറ്റ് പൂട്ടിക്കിടന്ന ഗേറ്റൊക്കെ കണ്ടുകൊണ്ട് പോലീസൊക്കെ ഇവിടെ നിൽക്കുകയായിരുന്നു. ആരോടാണ് ഞങ്ങൾ സംസാരിക്കണത്? അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത്രയും മോശമായപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു.
അപ്പോൾ അമ്മേ എന്ന് അവിടെ വിളിക്കും. അപ്പോഴേ ഇങ്ങനെ അപ്പം അമ്മയെന്ന് വിളിച്ചേച്ചും പറയും, അമ്മയുടെ എന്തെങ്കിലും പത്രം ഉണ്ടാന്ന് ചോദിക്കും ബാക്കി. അപ്പോൾ ഇവിടെ 90,000 പത്രം ബാക്കി വന്നായിരുന്നു. കോവിഡ് തീരുമ്പോൾ ലോക്ക്ഡൗൺ ആകുമ്പോൾ 90,000 പത്രം അമ്മയുടെ ബാക്കി വന്നായിരുന്നു. എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഓരോരുത്തരും വന്നിട്ട് ഈ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അവരെന്തെല്ലാം ചെയ്തെന്ന് നമുക്കറിയത്തില്ല. കാര്യം അമ്മയുടെ കൈയാണ് കാലാണെന്നും പറഞ്ഞാണ് ജനം ഇത് അനുഭവിച്ചത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം അവർക്കെല്ലാം അത് ശരിയായി തിരികെയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്താ, അമ്മയുടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ അപ്പം കുന്നംകുളത്തുകാരനാണ്, അർണാട്ടുകാർ എരുമപ്പെട്ടിക്കാരനാണ്. അപ്പോൾ ഈ അപ്പൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം ഈ കോവിഡ് കാലത്ത് കൊണ്ട് നടന്ന് കാണുന്നവർക്കെല്ലാം പത്രം കൊടുക്കും. പിന്നെ അത് തീരുമ്പോൾ അടുത്ത മാസം വന്ന് കുറേ പത്രം മേടിച്ചുകൊണ്ട് പോകും. അമ്മയാണ് ഉടമ്പടി എടുത്തത്, അപ്പനാണ് ജോലി ചെയ്യണത്. എന്നിട്ട് ഈ അപ്പൻ അമ്മയോട് പറയും, അമ്മേ വെയിലത്ത് കൊണ്ട് പത്രം കൊണ്ട് നടക്കണേ. കോവിഡ് കാലത്ത് പത്രം കൊണ്ട് നടക്കുമ്പോൾ അപ്പൻ അമ്മയോട് പറയും, ആരോട്? പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ നിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്, നിന്നെയും ചുമന്നുകൊണ്ട് നടക്കുകയാണ്, ഈ ചുമട്ടുകുരിയെങ്കിലും തരണേ. തമാശ പറയണതാണ്. കാര്യം അവർക്കൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഗുണവതാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് തെമ്മാടിത്തരം ദൈവത്തോട് പറയാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടും. ഞാൻ കുറേ അമ്മയോട് അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. എൻ്റെ മുമ്പിൽ ഒരു യോഗ്യതയുമില്ല വന്ന്, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയല്ലേ ഉള്ളൂ എനിക്ക്. പിന്നെ ഞാൻ ചെയ്ത സുവിശേഷ വേല അത് എന്നേക്കാൾ ചെയ്ത എത്രയോ പേരുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കൃപാസന ആൾക്കാരെ വന്ന് സമയഘടികാരം കാണിച്ചത് എന്നൊരു വല്ലാത്തൊരു സ്നേഹം തോന്നിയിട്ടില്ലേ? അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യണത്. അപ്പോഴേ ഈ അപ്പൻ എന്താ പറയണം, അമ്മേ ഞാൻ നിന്നെയും ചുമന്നുകൊണ്ട് വെയിലത്ത് നടക്കുകയാണ്, ഈ ചുമട്ടുകുരിയെങ്കിലും തരണേ. പക്ഷേ പുള്ളിക്കാരൻ തമാശന് പറഞ്ഞതാണ്. പക്ഷേ പുള്ളിക്കാരത്തി അത് കാര്യമായിട്ട് എടുത്ത്. ഈ 4ാമത്തെ അറ്റാക്കിൽ ആൾ വീണുപോയി, മരിച്ചതിന് ഡോക്ടർ വന്ന 3-4 ഡോക്ടർമാർ മരിച്ചെന്ന് പറഞ്ഞാണ്. പെട്ടെന്ന് ചാര നിറത്തിൽ ഒരു സ്ത്രീ വരും. അപ്പോൾ ഈ മനുഷ്യൻ ചെളിയിൽ മണ്ണിൻ്റെ അടി പൊണ്ട് ചെളി കിടക്കുകയാണ്. ഈ ചാര നിറത്തിൽ ചെളിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യെ കൂടി പിടിച്ച് വലിച്ച് മേലായിട്ട് പുറത്തോട്ട് എടുക്കണ ഇയാൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇയാളുടെ കണ്ണ് തുറക്കും. അപ്പോഴേ ആ ചേച്ചി വന്ന് പറയും, ഞാൻ ഉടമ്പടി മാതാവിനെ ഈ കാശുരം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഈ വെന്റിലേറ്ററിനെ പറയുന്നതുകൊണ്ട് ഞാൻ വിളിക്കരുന്ന്, എൻ്റെ ഉടമ്പടി മാതാവേ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളെന്ന് പറയുമ്പോഴും ഈ ചെളിയിൽ നിന്ന് പിടിച്ച് ചാര നിറത്തിലുള്ള ചേടത്തി ഈ ആളെ പൊക്കിക്കൊണ്ട് വരണത് ഒരേ സമയത്താണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി കൃപാസനത്തിൻ്റെ ഉടമ്പടി നിന്ന് ഭരിക്കുകയാണ്. അന്ന് പറഞ്ഞില്ലേ, അമ്മേ ചുമട്ടുകൂലിയെങ്കിലും തരണേന്ന് ചോദിച്ചപ്പോൾ ചുമട്ടിന് എടുത്തുകൊണ്ട് വന്ന ആരാണ്? അമ്മയാണ്. ചുമട്ട് കൂലിയല്ല കൊടുത്തത്, അവനെ തന്നെ ചുമക്കണം അമ്മ ചെയ്തത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ചാക്കോപ്പച്ചൻ പറയുന്ന സാക്ഷ്യം ഞങ്ങൾ ഇന്ന് അപ്പ് ചെയ്യും കേട്ടോ, നിങ്ങൾ കേൾക്കണം. ഭയങ്കര സാക്ഷ്യമാണ്. അമ്മച്ചി പല രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സാക്ഷ്യം ഭയങ്കര ഇടിച്ചു മുഴക്കി നിൽക്കണം. അമ്മയുടെയും കൊള്ളാം, നമുക്ക് വേറെ ചില അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവരാദ്യം പറയണത്. പക്ഷേ എന്ത് സംഭവിച്ചാൽ അപ്പം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ കോവിഡ് കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ എവിടെയെങ്കിലും കൃപാസനം പത്രം ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ ഇരിക്കണ കണ്ട ഞാൻ എൻ്റെ അമ്മയെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമെന്ന് പോയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് ഞാൻ അവരെക്കുറിച്ച് അമ്മയെക്കുറിച്ച് പറയും അവരോട്. എൻ്റെ മക്കളെ അത് എപ്പോഴും ഇന്നലെ ഒരു യൂത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞ്, അതായത് എൻ്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയണത് ആരെ കണ്ടാലും ഞാൻ അമ്മയെക്കുറിച്ച് പറയും, ദൈവത്തെക്കുറിച്ച് പറയും. ഞാൻ ബസ്സിൽ വെച്ച് കണ്ടാലും എനിക്ക് തോന്നും ദൈവത്തെക്കുറിച്ച് അവരോട് പറയണമെന്ന് തോന്നും, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, അതായത് നിങ്ങൾക്ക് അങ്ങനെ ആരെ കണ്ടാലും ദൈവത്തെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയണം എന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. പിന്നെ എന്താ കാലം? നിങ്ങൾക്ക് കൃപയുടെ കാലം തുടങ്ങി.
കൃപ വരുമ്പോഴാണ് മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയാൻ തോന്നണതെന്നാണ് ബൈബിൾ പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട അല്ലെങ്കിൽ 14:26 ശ്രുതികട. നടപടി പുസ്തകം 14:26. നാഥാ നീ മതി നിൻ കൃപ മതി നാഥാ നീ മതി നിൻ കൃപ മതി ഈ മരുയാത്രയിൽ തിരുകൃപ മതി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:26. അപ്പോസ്തല പ്രവർത്തനം 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അപ്പോൾ അവരെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ഒരാൾ ആ ക്രിസ്തുവിനെ കൈമാറുന്നതിന് എന്താ നമുക്ക് വേണ്ടത്? അനുഗ്രഹമല്ല വേണ്ടത്, അത് ഫിസിക്കൽ ഫേവേഴ്സാണ്. നമ്മുടെ ബോഡിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ കൈമാറ്റാൻ വേണ്ട ദൈവശക്തിയാണ് വേണ്ടത്. അതിനെന്ത് വേണം? ദൈവസ്നേഹവും ദൈവശക്തിയും. കാര്യം ദൈവശക്തി ഉണ്ടാകത്തില്ല പെട്ടെന്ന്. ദൈവസ്നേഹം ഒരാളുടെ വ്യക്തിയിൽ വർദ്ധിക്കുമ്പോഴാണ് ദൈവശക്തി അപ്ലോഡ് ചെയ്യണത്. അതെപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് എന്തിനാണ്? ദൈവസ്നേഹത്തിനാണ് ലക്ഷ്യം വെക്കേണ്ടത്. എന്ത് ചെയ്താലും ഏത് ദൗത്യം ചെയ്താലും കർത്താവേ നിന്റെ സ്നേഹത്തെ നിറയാൻ ഇത് ഉപാധിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ സ്നേഹത്തെ നിറയാൻ എന്റെ ഉടമ്പടി പ്രവർത്തനങ്ങളെ നീ ഉപാധിയാക്കിക്കൊണ്ട് നിന്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നിന്റെ കൃപയുടെ പ്രയോക്താക്കളാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പൊ കൃപ ദൈവത്തിനെ കൈമാറാൻ തുടങ്ങുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു പത്രം കൊടുക്കാൻ സന്തോഷം തോന്നിയാൽ അപ്പോൾ ഓർക്കുക ദൈവകൃപയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചെന്ന്. മനസ്സിലായില്ലേ? അതുവരെ ഇപ്പം നിങ്ങളുടെ IELTS പാസ്സായ അനുഗ്രഹമാണത്, വസ്തുവിറ്റൽ അനുഗ്രഹമാണത്, നിങ്ങൾ കല്യാണം നടന്ന അനുഗ്രഹമാണത്, നിങ്ങളുടെ ജോലി കിട്ടിയ അനുഗ്രഹമാണത്. പക്ഷേ നിങ്ങൾക്ക് കർത്താവിനെ കൈമാറാൻ തോന്നിയാൽ അത് കൃപയാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന. നിൻ കൃപ മതി നാഥാ നീ മതി നിൻ കൃപ മതി ഈ മരുയാത്രയിൽ തിരുകൃപ മതി. എല്ലാവരും നോക്കുക. ഇപ്പോഴ് അലക്സത്തിനും ജോമോളവും സിസ്റ്ററും കൂടി ഒരു സമർപ്പണ പ്രാർത്ഥന നടത്തും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ദിവ്യകാരുണ്യനാഥ, സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മരിയൻ ഉടമ്പടി അത് നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ചെയ്യുന്ന വലിയ വാഗ്ദാനമാണ്. അത് നിത്യതയോളം നിലനിൽക്കുന്നു. കാരണം അതിൻ്റെ മറ്റൊരു കക്ഷി ദൈവമാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ചാക്കോ എന്ന വലിയ അപ്പച്ചൻ്റെ സാക്ഷി ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു. 2019 വിശ്വസ്തതാപൂർവം ചെയ്ത മരിയൻ ഉടമ്പടിയുടെ പ്രതിഫലനങ്ങൾ വർഷങ്ങൾക്കിപ്പുറം 4ാമത്തെ ഹാർട്ട് അറ്റാക്കിൽ ജീവൻ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ദൈവമാതാവ് ആ മകനോട് കരുണ കാണിച്ചത്.
മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിൽ കിടന്നിരുന്ന ജനത ഒരു വലിയ പ്രകാശം കണ്ടു. അതേ, ജീവിതത്തിലേക്ക്, വീണ്ടും നിത്യജീവിതത്തിലേക്കാണ് വലിയ സാക്ഷ്യമായി ആ മകനെ അമ്മ തിരിച്ചു വിളിച്ചത്. ഈശോയെ, ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അകക്കാമ്പ് സുവിശേഷ പ്രഘോഷണമാണ്, ക്രിസ്തു കൈമാറ്റമാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകിയതിന് നന്ദി പറയുന്നു. ദൈവകൃപ ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോഴാണ് ഈശോയെ സുവിശേഷ കൈമാറ്റത്തിനുള്ള വലിയ ദൗത്യം ഞങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുക എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് തന്നുവല്ലോ. ഈ ആരാധനയിലൂടെ മത്തായിയുടെ സുവിശേഷം 6:33 അനുസരിച്ചുകൊണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഈശോയെ നീ ചേർത്ത് നൽകുമെന്ന് വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ കൃപ നൽകണമേ. സുവിശേഷ കൈമാറ്റത്തിനുള്ള വലിയ കൃപ നൽകണമേ. ആരെ കണ്ടാലും ഒരവസരം കിട്ടിയാൽ ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ, അത് ഇടയാക്കുവാൻ, ഈശോയെ ആ സമയം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും മറ്റ് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിക്കുന്നതിലൂടെയും എല്ലാം ഈശോയെ നിന്റെ നാമം പ്രത്യേകമായി മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടും സാക്ഷ്യം പറയാനുള്ള കൃപ, ശക്തി ലഭിക്കാത്ത മക്കളെ ഈ സമയം പ്രത്യേകമായി അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്നെ ഏറ്റുപറയുക എന്നുള്ളത് അതൊരു കൃപയാണെന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് എത്രയും വേഗം ആ സാക്ഷ്യങ്ങൾ കർത്താവിനുള്ള കാഴ്ചയായി വന്ന് ഈ അൾത്താരയിൽ അർപ്പിച്ച് ലോകത്തിന് മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആ മക്കളെ കൂടി ഈശോയെ കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം മുന്നേറിക്കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങൾ ഉയർത്തിച്ചിരിക്കാം. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യനാഥ, ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി മാത്രമെന്ന ആരാധനയിലൂടെ അവിടുന്ന് ഞങ്ങളെ ഇന്ന് അറിയിച്ചുവല്ലോ. അവിടുത്തെ ഉടമ്പടിയെ സ്നേഹത്തോടു കൂടി സമീപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ആഗ്രഹത്തോടും ശരണത്തോടും ഞങ്ങൾ അണയുമ്പോൾ അങ്ങയെ കൈമാറുവാനുള്ള ശക്തിയും സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കുവാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. ഞങ്ങളുടെ സ്വാർത്ഥതകളെ, വെറുപ്പുകളെ, കലഹങ്ങളെ, അഹന്തയെ കുറയ്ക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈശോയെ, അവിടുത്തെ കരുണ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ സമാധാനം, അവിടുത്തെ ക്ഷമ, സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ ശീലിക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് പഠിപ്പിക്കണമേ. ഉടമ്പടി ജീവിതം ദൈവനാമ മഹത്വ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ദൈവസ്നേഹത്താൽ ഓരോരുത്തരോടും ഇടപഴകുവാൻ ഞങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം അവിടുത്തെ നാമത്തെ ലോകത്തിന് കൈമാറുവാൻ, അവിടുത്തെ സ്നേഹത്തെ ഓരോ പ്രഭാതത്തിലും പുതുതായി പങ്കുവയ്ക്കുവാൻ, അവിടുന്ന് ഞങ്ങളെ കരുതുന്നത് പോലെ ഞങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോരുത്തരെയും കരുതലോടുകൂടി സ്നേഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം, അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ അവിടുന്ന് ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഇത്ര ദൂരം സഞ്ചരിച്ച ത്യാഗത്തോടെ
അമ്മ മാതാവിൻ്റെ തിരുനടയിൽ അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ വേദനിപ്പിച്ചവരെയും ഞങ്ങൾ വേദനിപ്പിച്ചവരെയും ഞങ്ങൾ ക്ഷമ കൊടുത്തും ഞങ്ങൾക്ക് ക്ഷമ തേടിയും ഈശോയെ അവിടുത്തെ സന്നിധിയിൽ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിൽ നിന്നും കൃപയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ വളർത്തണമേ. ഈശോയെ ഞങ്ങളുടെ താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനപ്പുറം അവിടുത്തെ നാമത്തെ കൂടുതൽ പേരിലേക്ക് കൈമാറുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ വളർത്തുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ആഴപ്പെട്ട ബോധ്യങ്ങൾ നൽകണമേ. ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് വളർച്ച നൽകണമേ. ഞങ്ങളുടെ സ്വാർത്ഥതകളെ കുറച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മാതാവേ, ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവിക പദ്ധതിയോട് പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുന്നതിന് തിരുക്കുമാരനെ സജ്ജമാക്കിയതുപോലെ ഈ കാലത്തിൽ ഈ ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷവൽക്കരണത്തിന് പങ്കാളികളാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമാവിധം സഹായിക്കണമേ. ഉടമ്പടി ജീവിതത്തിൽ അവിടുത്തെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തെ അടയാളങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൈമാറുന്ന അവിടുത്തെ വചനത്തിൻ്റെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ, അവിടുത്തെ ശക്തമായ ഇടപെടലുകളുടെ കൃപാസനം പത്രം അത് ദൈവസ്നേഹത്തോടുകൂടി കൈമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയുടെ ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈശോനാഥ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ, ഞങ്ങളുടെ എല്ലാ മരണത്തിൻ്റെ മേഖലകളെ, പാപത്തിൻ്റെ മേഖലകളെ അവിടുന്ന് അറിയുന്നുവല്ലോ. അവിടുത്തെ സ്നേഹത്താൽ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. സമാധാനത്താൽ നയിക്കണമേ. സ്നേഹത്താൽ പ്രത്യാശയോടുകൂടി ഏത് വലിയ പ്രശ്നത്തിനും അടിയുറച്ചെങ്കിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓരോ സങ്കടത്തെയും ഏറ്റെടുക്കണമേ. ഓരോ കണ്ണീരിനെയും ഏറ്റെടുക്കണമേ. എല്ലാ തകർച്ചകളെയും ഏറ്റെടുക്കണമേ. അവിടുത്തോട് ചേർന്ന് സഹിക്കുവാൻ ശക്തി നൽകിക്കൊണ്ട് അവിടുത്തെ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളിലും, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും ഈശോയെ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾ ഇല്ലാതായാലും മരണപ്പെട്ടാലും അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയ്ക്ക് വേണ്ടി ഓരോ നിമിഷം ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രയോജനരഹിതരായ ദാസന്മാരെ പോലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദൈവനാമത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി ഈ ഉടമ്പടി ജീവിതം ഉപയോഗിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളിലൂടെ, മനസ്സുകളിലൂടെ കടന്നു പോകുന്ന ഓരോ നിയോഗത്തിന്റെ മേലും, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ അപേക്ഷകളുടെ മേലും അവിടുത്തെ ആശീർവാദത്തിന്റെ വലതുകരം വിരിക്കണമേ. ഈശോയെ, അവിടുത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അവിടുത്തെ കൃപ നിറയും വിധം അവിടുത്തെ ശക്തി നിറയുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈശോയെ, അവിടുത്തെ കൈമാറുന്നതിന്, അവിടുത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ വചനം നൽകി സഹായിക്കണമേ. അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരുമിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. അവിടുത്തെ നാമത്തിന് മഹത്വം കർത്താവേ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ, ആരാധന
യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിൽ അൻപോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ടി നിൽക്കുക. കൈകൾ കൂപ്പി ഭക്തിയോടെ നിൽക്കണം. വലിയ അഭിഷേകം കൊണ്ട് കർത്താവ് നിങ്ങൾ നിറക്കുന്ന സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ അതെന്ത് തന്നെയായാലും കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ അടുത്താരെ കയറി ഉശിരോടെ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു ദിവസം സമ്മാനമായി ദൈവം നിങ്ങൾക്ക് തരും. നമുക്ക് സന്തോഷത്തോടെ അമ്മയുടെ മാധ്യസ്ഥത്തിന് നമ്മളതിനെ സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതിക്കട്ടെ മക്കളെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ കർത്താവിന്റെ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറ വാർന്ന് വലത് കരം ആണിപ്പെടുത്താറുന്ന അനുഗ്രഹത്തിന്റെ കരങ്ങള് ആണിപ്പെടുത്താറുന്ന അനുഗ്രഹത്തിന്റെ കരങ്ങള് ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവെ പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ വിലയായ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അസ്ഥിരോഗികള്, നടുവേദനക്കാര്, ഇടുപ്പൽ വേദനയുള്ളവര്, സന്ധിബന്ധങ്ങൾ മരവിപ്പുള്ളവര്, മാംസപേശികളുടെ വേദനയുള്ളവർ, നീർക്കെട്ടലുള്ളവര്, വാതരോഗികള് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, 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 നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കും. എന്നാലും ചില കർത്താവിന്റെ വാക്കുകള് ഇപ്പോൾ നിറവേറട്ടെ, ഇവിടെ നിറവേറട്ടെ. മക്കളില്ലാത്തവര്, സാമ്പത്തിക കടങ്ങളെ വലയുന്നവര്, ഭവനരഹിതര്, പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങള്, ജോലിയില്ലാത്തവര്, ജപ്തി നടപടി നേരിടുന്നവര്, നാട്ടിലെ ജോലിക്കും വിദ്യാർത്ഥി ജോലിക്കും തടസ്സമുള്ളവര്, പാർപ്പിടമില്ലാത്തവര്, തലചായ്ക്കാൻ ഇടമില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, മാതാപിതാക്കന്മാര്, ഭാര്യാഭർത്താക്കന്മാര് പിരിച്ചു താമസിക്കുന്നവര്, കർത്താവിന്റെ നാമത്തില് മാരകമായ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ആരാധന രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് ഇവിടെ നാമത്തെ ആരാധനയിലൂടെ സൗഖ്യം നൽകണമേ. എന്റെ മക്കൾ മൗനമായിട്ട് കർത്താവിനെ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ഈശോയെ ഏൽപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാരൂപം നൽകണത് ലോകത്തിൽ ഇവിടെ മാത്രമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ നീ എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ സത്യസന്ധയോടെ ജീവിക്കാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. അധിക കൃപ നൽകണമേ. സൗഖ്യം നൽകണമേ. എല്ലാവരും വീണ്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ അവശേഷിക്കുന്ന വിശേഷങ്ങൾ
പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്ന ദൈവികമായ നിമിഷമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയനോട് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ക്രിസ്തു കൈമാറ്റത്തിന്, ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെയും ഈശോയെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് ഡെയിലി ബ്രെഡാണ്. എല്ലാ ദിവസവും 5:30 മണിക്ക് അച്ഛൻ നിങ്ങളുടെ കൂടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അവർ കൈമാറുന്നത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അത് ചെയ്യണം. ചിലർ അത് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളത് ഷെയർ ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ വലിയൊരു സുവിശേഷ വേല ചെയ്തുകൊണ്ട് 5:30 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുകയാണ്. 5:30 മണിക്കുള്ള ആദ്യത്തെ സുവിശേഷ വേലയാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇടുന്നതും ഇത് ഷെയർ ചെയ്യുന്നത്. വെറും 12 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ പത്രത്തിൻ്റെ, ഈ പ്രാവശ്യത്തെ പത്രത്തിൻ്റെ, ജനുവരി മാസത്തെ പത്രത്തിൻ്റെ 5-ാം പേജിൽ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്. നിങ്ങൾ പത്രം കൊടുക്കുന്നവരത് പറഞ്ഞു കൊടുക്കണം. ഈ പത്രത്തിൻ്റെ 5-ാം പേജിൽ ഡെയിലി ബ്രെഡ് എന്ന വലിയ ശുശ്രൂഷയുണ്ട്. രാവിലെ 5:30 5:30 എഴുന്നേക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ പറ്റുന്നവരെല്ലാം എഴുന്നേറ്റ് അപ്പം തന്നെ അത് കൂടുന്ന ആണ് എപ്പോഴും നല്ലത്. അപ്പോഴത് 5-ാം പേജ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. അതിൻ്റെ 5-ാം പേജ് മാത്രം എടുത്തിട്ട് ഞങ്ങൾ അച്ഛൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്, കമ്മ്യൂണിറ്റി പേജ് ഇടുന്നുണ്ട്. അപ്പോൾ 5-ാം പേജ് ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും. അതിൻ്റെ മാത്രം DTP എടുത്തിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് പത്രത്തിൻ്റെ 5-ാം പേജുകൾ. കാര്യം അത് പ്രാർത്ഥന ഒത്തിരിയേറെ ആൾക്കാർക്ക് വലിയ ആശ്വാസമാണ്. നമ്മൾ വഴി ഒരു ആശ്വാസം, ദൈവത്തിൻ്റെ ആശ്വാസം ജനങ്ങൾ പ്രാപിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം കർത്താവ് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും തരും. അച്ഛനെ കാണാൻ ആവശ്യമുള്ളവർ എപ്പോഴും രാവിലെ വരാൻ വേണ്ടി നോക്കണം പ്രത്യേകിച്ച്. പിന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഈ 2 ദിവസങ്ങൾ ഞാൻ ഇല്ലായിരുന്നു. ബുധനും വ്യാഴാഴ്ച ഞാൻ ഇല്ലായിരുന്നു. വ്യാഴാഴ്ച പിന്നെ അച്ഛൻ ആരെയും കാണത്തില്ല, ബുധനാഴ്ച ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ വെള്ളിയാഴ്ച വന്നു, വെള്ളിയാഴ്ച ആൾക്കാരെല്ലാവരെയും കണ്ടു, ശനിയാഴ്ചയും ആൾക്കാരെല്ലാവരെയും കണ്ടു. ഉള്ള ദിവസം മുഴുവൻ ആൾക്കാരെ കാണും. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വരണം.